നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോള കമ്പനിക്കൊപ്പമായിരുന്നെന്ന് കമ്പനി മുൻ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി പ്ലാച്ചിമട കോള കമ്പനിക്ക് വെള്ളമെത്തിച്ചിരുന്നു എന്ന അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോൺ ജോണിന്റെ വിവാദ വെളിപ്പെടുത്തൽ പാലക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിൽ. കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകാത്ത കോൺഗ്രസുകാരനായി തുടരുമെന്ന് മുൻ MLA AV ഗോപിനാഥ്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായും വികസന മുന്നണി സഹകരിക്കും. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും 50ഓളം സഹപ്രവർത്തകരും AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേർന്നു. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് പൂക്കാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ. പട്ടാമ്പി ലൈബ്രറി കൗൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട്. സെമിനാർ സംഘടിപ്പിച്ചത് വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ. പ്രതിഭകളെയും വായനോത്സവ മത്സര വിജയികളെയും ആദരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം കഴിഞ്ഞ രാത്രിയിൽ. പരിക്കേറ്റത് ചേലക്കര സ്വദേശികളായ യുവാക്കൾക്ക്. ശക്തമായ കാറ്റിൽ വീട് തകർന്നതോടെ തലചായ്ക്കാനിടമില്ലാതെ മണ്ണൂരിലെ നിർധന കുടുംബം. വാർത്തകൾ വിശദമായി. പ്ലാച്ചിമടയിലെ കോള കമ്പനിക്ക് പറമ്പിക്കുളത്തുനിന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വെള്ളം എത്തിച്ചു നൽകിയിരുന്നതായി വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി എന്നവകാശപ്പെടുന്ന കെ കൃഷ്ണൻകുട്ടി രഹസ്യമായി കോള കമ്പനിക്കൊപ്പമായിരുന്നെന്ന വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുകയാണ്. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോണാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ താൻ കമ്പനിയുടെ അഭിഭാഷകനായിരിക്കെ നടത്തിയ കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പ്ലാച്ചിമടയിൽ വൻതോതിൽ ജലചൂഷണം നടത്തിയ കമ്പനിക്ക് അനുകൂല നിലപാടായിരുന്നു കെ കൃഷ്ണൻകുട്ടി സ്വീകരിച്ചിരുന്നതെന്ന് ജോൺ ആരോപിച്ചു. 1991 ജനതാദൾ ഭരിക്കുന്ന പെരുമാട്ടി പഞ്ചായത്തിലാണ് കൊക്കക്കോള കമ്പനി സ്ഥാപിതമായത്. 64 കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളമൂറ്റുകയും മാലിന്യം കമ്പനി പുറന്തള്ളുന്നുവെന്നും ആരോപിച്ച് 2002 ആഗോള ശ്രദ്ധ നേടിയ പ്ലാച്ചിമട കോളവിരുദ്ധ സമരം ആരംഭിച്ചു. കോള കമ്പനിക്കകത്ത് കുഴൽക്കിണറില്ല. കമ്പനി 10 മാസക്കാലം പറമ്പിക്കുളം ആളിയാർ കനാലിൽ നിന്ന് വെള്ളമൂറ്റി. പിന്നീട് 2 മാസം കൃഷ്ണൻകുട്ടി സ്വന്തം കിണറിൽ നിന്ന് വെള്ളം നൽകി. കമ്പനിക്കകത്തെ ഓപ്പൺ കിണറിൽ നിന്ന് വെള്ളമെടുക്കുകയായിരുന്നു. കൃഷിക്കാർക്കൊപ്പം നിന്ന കൃഷ്ണൻകുട്ടിക്ക് ഒറ്റുകാരൻ്റെ വേഷമായിരുന്നെന്ന വെളിപ്പെടുത്തലാണ് അഡ്വക്കേറ്റ് ജോൺ നടത്തിയത്. ഞാൻ പെപ്സിക്കോള കമ്പനിയുടെ വക്കീലാണ്. ഇവിടെ മാർക്കുട്ടിയപ്പോ 2 വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ വക്കീലായി. പക്ഷെ അത് രണ്ടും കൂട്ടിയതിന് 3ാമതൊരു കഥയുണ്ട്. JC ബാബു എഴുതിയ കഥയുണ്ട്, കൃഷ്ണദാസ് പറഞ്ഞ സംഭവങ്ങളുണ്ട്, 3ാമതൊരു സംഭവമുണ്ട്. അത് ഈ ആരും കാണാതെ പോയതാണ്. പ്ലാച്ചിമടയിൽ ജലമലിനീകരണം ഉണ്ടായിട്ടില്ല. കൊക്കോല കമ്പനിയുടെ വക്കീലാകുമ്പോ അങ്ങനെയല്ലേ പറയും എന്ന് പറയാം. പക്ഷേ ഞാൻ സ്ഥലത്ത് എത്രയോ പ്രാവശ്യം എല്ലാവരും പറഞ്ഞു 66 കുഴൽക്കിണറിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് 6 കുഴൽക്കിണർ അവര് വെള്ളമെടുത്തിരുന്നത് ഓപ്പൺ വെല്ലിലാണ്. 3 ഓപ്പൺ വെല്ലാണ്. ആരും കണ്ടില്ല. ആളിയാർ പദ്ധതിയുടെ വലിയൊരു കനാൽ, സബ് കനാല് ഇതിന്റെ അതിർത്തിയിലൂടെ ഒഴുകിയാണ്. 20 അടി വീതിയുള്ള വലിയ ഒരു കനാല്. ഒരു കൊല്ലത്തിൽ 10 മാസവും നിറഞ്ഞൊഴുകുന്ന കനാൽ. ആ കനാലിലെ വെള്ളം കൊക്കോല കമ്പനിയുടെ കിണറിൽ വരുമ്പോൾ അതാണ് അവരെടുത്ത് ഉപയോഗിച്ചത്. 2 മാസം ആ കനാലിൽ വെള്ളം വരില്ല. ആ കാലഘട്ടത്തിലാണ് കൊക്കോല കമ്പനിക്ക് കെ കൃഷ്ണൻകുട്ടി വെള്ളം കൊടുത്തിരുന്നത്. അതേപോലെ ടാങ്കറിൽ വെള്ളം മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹമായിരുന്നു കൂടുതൽ വെള്ളം കൊടുത്തിരുന്നത്. കമ്പനിക്ക് എത്രയോ കാലം വെള്ളം കൊടുത്ത് ലക്ഷങ്ങളോ ഒക്കെ സമ്പാദിച്ച ആളാണ്. അപ്പോ അത് വെള്ളം എടുത്തിരുന്നത് ഈ കനാലിൽ നിന്നാണ്. ആ കനാലിൽ നിന്ന് കിണറിൽ ഊരി വരുന്ന വെള്ളമാണ്. ഇത് വേറൊരു കനാണ്. കൊക്കോല കമ്പനി നടത്തിയ ജലമലിനീകരണം ഉണ്ടായില്ല എന്ന് കൊക്കോല കമ്പനിയുടെ വക്കീൽ പറഞ്ഞ ഒരു മനുഷ്യനും അംഗീകരിച്ച് നല്ലപോലെ അറിയാം. മൈലമ്മയുടെ കഥ അതാണ്. മൈലമ്മയ്ക്ക് സംഭവിച്ച അതാണ്. അത് കൊണ്ടു നടന്ന് വിറ്റവർ, അതിനെ കച്ചവടമാക്കിയവർ, സമരത്തെ വിറ്റ് പണമാക്കിയവർ, അവര് മൈലമ്മയെ തള്ളിക്കളഞ്ഞപ്പോഴാണ് NN കൃഷ്ണദാസ് അവരെ കണ്ടതും സംരക്ഷിച്ചത്. അപ്പൊ നമ്മൾ കാണാത്തത് പലതുമുണ്ട് നമ്മുടെ നാട്ടിൽ. കാണാതെ പോയ പലതും രംഗത്ത് കൊണ്ടുവന്ന ഒരു വലിയ പ്രതിഭയാണ് ജഗദീഷ് ബാബു. പ്ലാച്ചിമട സമരനായിക മൈലമ്മയും മറ്റുള്ളവരും കെ കൃഷ്ണൻകുട്ടിയുമായി തെറ്റാനുണ്ടായ സാഹചര്യം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് ജോൺ വെളിപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കക്ഷിരാഷ്ട്രീയമില്ലാത്ത കോൺഗ്രസുകാരനാണ് താനെന്ന് മുൻ MLA AV ഗോപിനാഥ്.
പെരിങ്ങോട്ടുകുറിശ്ശിയിൽ BJP വിട്ട് AV ഗോപിനാഥ് നയിക്കുന്ന ജനകീയ വികസന മുന്നണിയിൽ ചേർന്ന 50ഓളം പ്രവർത്തകർക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ പുറത്താക്കിയെന്ന വൈരുദ്ധ്യപരമായ തീരുമാനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഗതികേടിന് വിധേയരാകേണ്ടി വന്ന വ്യക്തിയാണ് താനെന്നും മുൻ MLAയും മുൻ DCC പ്രസിഡന്റുമായ ഗോപിനാഥ് പറഞ്ഞു. 60-65 വർഷമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ നേതൃത്വത്തിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ 2 തവണ എന്നെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജിവെച്ചാണ് പാർട്ടിയിൽ പുറത്താക്കുക എന്നത് പെരുകൂട്ടുശിയുടെ മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചുകൊണ്ടുവന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മഹാത്മജി പല രേഖകളിലും സൂചിപ്പിച്ചു. ഭരണം വന്നതിന്റെ അനുമതിയെ എതിർക്കില്ല എന്നുള്ളത് അടുത്ത ലക്ഷ്യമായിരിക്കും എന്ന് സൂചിപ്പിക്കാനുള്ള അവകാശം. ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ രൂപീകൃതമായ ജനകീയ വികസന മുന്നണിയിൽ ചേരുന്ന BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരിനെയും മറ്റ് 50ഓളം ഭാരവാഹികളെയും പ്രവർത്തകരെയും സ്വീകരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗോപിനാഥ്. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. അവരുടെ സഹപ്രവർത്തകർ ഒന്നിച്ച് വന്ന ഈ വേദി പങ്കിട്ടതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു വേദിയിലുള്ള മെമ്പർമാർ, ബാങ്ക് ഡയറക്ടർമാർ, സദസ്സിനെ ധന്യമാക്കി തീർത്തിട്ടുള്ള എല്ലാവരും ഈ പുതുവർഷത്തിൽ നല്ലൊരു പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നതിനും ഇത്രയും കാലം ഈ ഗ്രാമപഞ്ചായത്ത് നയിച്ചത് AV ഗോപിനാഥ് അവർകളാണ്. KP ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. BJP വിട്ട് വികസന മുന്നണിയിൽ ചേർന്ന സുരേന്ദ്രൻ തരൂർ സ്വീകരണത്തിൽ മറുപടി പ്രസംഗം നടത്തി. കക്ഷി രാഷ്ട്രീയം കൊണ്ട് നാടിനും നാട്ടുകാർക്കും രക്ഷയില്ലെന്നും അതുകൊണ്ടാണ് വികസന മുന്നണിയിൽ ചേർന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇനിയും എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നിങ്ങളെല്ലാവരും ജനമുന്നണിയിൽ ചേർന്ന് മുൻകൈവച്ചത്. സംഘടന എന്ന് പറയുമ്പോൾ ഏത് സംഘടനയായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഏത് സംഘടനയായാലും അതിനുള്ള ലക്ഷ്യമാണ്, അതിനുള്ള സിസ്റ്റമാണ്. ഇതൊന്നുമില്ലാതെ അടിയുറപ്പില്ലാതെ അടിത്തറയില്ലാതെ പ്രവർത്തിക്കുന്ന ഏതും മുന്നോട്ട് പോകില്ല എന്ന് മാത്രമല്ല ഭാഗ്യസന്ധി വരെ എത്താനും കഴിയില്ല. ചടങ്ങിന് അൻസ്വാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. ചേലക്കര സ്വദേശികളായ സനൽ ബാബു, ഷിനോജ്, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് സംഭവം. ചേലക്കരയിൽ നിന്ന് ഷൊർണൂരിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വെട്ടിക്കാട്ടിരി 15-ാം പാലത്തിന് സമീപം നിയന്ത്രണം തെറ്റി സമീപത്തുള്ള കാനയിലേക്ക് മറിഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ യുവാക്കളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരെ വടക്കാഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിലും ഒരാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. നാട്ടുകാരും ചെറുതുരുത്തി പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ബൈക്ക് ഭാഗികമായി തകർന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ കാറ്റിൽ വീട് തകർന്നതോടെ തലചായ്ക്കാൻ ഇടമില്ലാതെ കഴിയുകയാണ് നിർധനരായ 4 അംഗ കുടുംബം. മണ്ണൂർ കൊട്ടക്കുന്ന് നെല്ലിക്കുന്ന് വീട്ടിൽ VP കാസിന്റെ വീടാണ് ഒരു ഭാഗം തകർന്നത്. 40 വർഷത്തോളം പഴക്കമുള്ള മൺചുമരിൽ നിർമ്മിച്ച വീടാണിത്. അവശേഷിക്കുന്ന ഭാഗത്തെ ചുമരുകൾ വിണ്ടുകീറി നിലം പതിക്കാറായ അവസ്ഥയിലാണ്. മേൽക്കൂര ചിതലരിച്ച് വീഴാറായ അവസ്ഥയിലുമാണ്. വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണതോടെ 4 അംഗ കുടുംബത്തിന് ഇതിനകത്ത് അന്തിയുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞങ്ങൾ 4 പേര് കൂടി താമസിക്കുന്ന വീടാണിത്. ഇതിപ്പോൾ ഒരാഴ്ച 4 ദിവസം മുന്നേ കാറ്റിൽ വീണു. ഓടൊക്കെ താഴ്ത്തിറക്കി വെച്ചിരിക്കുന്നു. ബാക്കിയുള്ളതുണ്ടെങ്കിൽ എപ്പോഴാണ് വീഴുന്നറിയില്ല. അപ്പം എന്നാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം സഹായിക്കണം. കഴിഞ്ഞ ലൈഫിൽ ഞാൻ കൊടുത്തതാണ്, അത് കണക്കിൽ വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകം എല്ലാവരും ഒന്ന് സംസാരിക്കുന്നു. വീടിനായി ലൈഫിൽ അപേക്ഷിച്ചിരുന്നുവെങ്കിലും പട്ടികയിൽ ഇവരുടെ പേരില്ല. വയോധികനായ കാസീനും
ഭാര്യയും മക്കളും പേരക്കുട്ടികളും അടങ്ങുന്ന 4-അംഗ കുടുംബമാണ് ഇവിടെ വർഷങ്ങളായി താമസിച്ചു വരുന്നത്. വീട് വാസയോഗ്യമല്ലാതായതോടെ വാടക വീട്ടിലേക്ക് മാറാനുള്ള ശ്രമത്തിലാണ് നിർധന കുടുംബം. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, സുനിത എന്നിവർ കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചു. സുമനസ്സുകൾ കൈകോർത്താൽ ഇവർക്ക് വീടെന്ന സ്വപ്നം പൂവണിയും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട് നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് PN മോഹനൻ ചൂണ്ടിക്കാട്ടി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സെമിനാറും പ്രതിഭാ ആദരവും വായനോത്സവ വിജയികൾക്കുള്ള സമ്മാന വിതരണവുമാണ് കൂറ്റനാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യരംഗത്തെ വായനശാലയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൊടുക്കുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, വാങ്ങുന്നു, സൂക്ഷിക്കുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കേവലമായ പ്രവർത്തനമാണ് ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം എന്നുള്ള ആ സങ്കല്പനം തന്നെ പാടെ കൈവെടിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ഗ്രന്ഥശാലകളെ സാമൂഹിക സംസ്കാരത്തിൻ്റെ സ്ഥിരകേന്ദ്രങ്ങളാക്കി മാറ്റാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിപുലമായിട്ടുള്ള ക്ലാസ്സുകൾ സമയാസമയം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സമകാലിക സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുക എന്നുള്ള ആശയം അത് വരുമ്പോഴാണ് എന്താണ് ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥപരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത്. അവിടെ വരുമ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്വങ്ങളുടെ വൈപുല്യം, നമ്മൾ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ വിപുലമായ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നെത്തുന്നത് അവിടെ വരുമ്പോഴാണ്. അതായത് സംസ്കാരം എന്നുള്ള വാക്ക്, സാംസ്കാരിക പ്രവർത്തനം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മളുടെ ഗ്രന്ഥശാല പ്രശ്നം സാംസ്കാരിക പ്രവർത്തനമാണ്. നമ്മളൊക്കെ നടത്തുന്നത്, നമ്മളെല്ലാവരും ഒരേ മേഖലയിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയം N മോഹനൻ അവതരിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാക്കളായ ബീന R ചന്ദ്രൻ, ഫാസിൽ റസാഖ്, PV ശ്രീധര വാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VP ഷാനിബ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ V രവികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇന്ന് പറയേണ്ടതല്ല, കുറേ കൂടെ മുമ്പേ പറഞ്ഞ് കുറേ കൂടെ നമ്മൾ മുന്നിൽ ഓടേണ്ടിയിരുന്ന ഒരു മാറ്ററാണിത്. ഇപ്പോൾ കുറച്ച് വൈകിപ്പോയി എന്നൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ചടങ്ങിൽ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C ബിജു സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C രാജമോഹൻ വിഷയം അവതരിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ C സുമം, K രാധാകൃഷ്ണൻ, പുഷ്പ, PK സഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കൈത്തളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. വെള്ളിഞ്ഞഴി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കൈത്തളി തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. വെള്ളിനേഴി ഹരികൃഷ്ണനാണ് യജ്ഞാചാര്യൻ. കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി, കറുത്തേടത്ത കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ സഹ ആചാര്യന്മാരാണ്.
നിരവധി ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ക്ഷേത്രത്തിൽ അറനിറയ്ക്കൽ ചടങ്ങുമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് യജ്ഞാചാര്യന്മാരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. ഈ മാസം 13-ന് യജ്ഞം സമാപിക്കും. കൈത്തളി തിരുവാതിര മഹോത്സവത്തിൻ്റെ ഭാഗമായി നിത്യേന ആഘോഷ പരിപാടികളുണ്ട്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണ യജ്ഞം നടന്നു. ഗണപതിയങ്കാവ് നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം. സമിതി സെക്രട്ടറി VP മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. R. മീന, PT ഗീത, രമണി അന്തർജനം, PK മിനി, A. സരസ്വതി, P. പത്മാവതി തുടങ്ങിയവരും സമിതി അംഗങ്ങളും യജ്ഞത്തിൽ പങ്കെടുത്തു. PN രാമൻ, OM അനുജന്മാരാർ, C. വേണുഗോപാൽ, N. മാധവചന്ദ്രൻ, VT ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സാവിത്രി ടീച്ചർ അനുസ്മരണവും പുതുവത്സര കൂട്ടായ്മയും സംഘടിപ്പിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രശ്നങ്ങളെയും നേരിടുന്നതിനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുന്നതിനും ഉള്ള മാനസികമായ ശാരീരികമായ കരുത്ത് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയാണ് ഈ സന്ദർഭത്തിൽ എല്ലാവരോടുമായി പങ്കുവയ്ക്കാനുള്ളത്. ജനുവരി മാസം 5-ാം തീയതി പ്രഭാതത്തിൻ്റെ പുതുവർഷ ദിന പരിപാടികൾ അങ്ങനെ മാറ്റിയത് സാവിത്രി ടീച്ചറുടെ വേർപാടിന് ശേഷമാണ്. സാവിത്രി ടീച്ചർ നമ്മളെ കരപ്പിരിഞ്ഞത് ജനുവരി 5-നാണ്. ആ തീയതി സാവിത്രി ടീച്ചറുടെ ഓർമ്മ പുതുക്കലും പ്രഭാതത്തിൻ്റെ പുതുവർഷ പരിപാടിയും എന്ന നിലയിലാണ് അന്ന് മുതൽ ഇങ്ങനെ നാം ഈ ചടങ്ങ് നടത്തി. അനുസ്മരണ ചടങ്ങിൽ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി MB രതീഷ് അധ്യക്ഷത വഹിച്ചു. T. സതീഷ് ബാബു, കോട്ടയിൽ മണി, രഞ്ജിത്ത്, ശ്രീല എന്നിവർ പ്രസംഗിച്ചു. അഭയത്തിന് പുതിയതായി ലഭിച്ച ആംബുലൻസിൻ്റെ ഫ്ലാഗ് ഓഫ് MR മുരളി നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 40 വർഷങ്ങൾക്കു ശേഷം കവളപ്പാറ കൊട്ടാരവളപ്പിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ. ഷൊർണൂർ SN കോളേജിലെ 1982-84 കൊമേഴ്സ് ബാച്ചാണ് അക്കാലത്ത് കോളേജ് പ്രവർത്തിച്ചിരുന്ന കൊട്ടാരത്തിൽ വീണ്ടും സംഗമിച്ചത്. കൊട്ടാരവളപ്പിലെ ഒത്തുചേരലിനു ശേഷം ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കൊട്ടാരവളപ്പിലെ ഒത്തുചേരൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. സംഗമത്തിന് ശേഷം സമീപത്തെ ഓഡിറ്റോറിയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നടന്നു. അച്യുതൻകുട്ടി മാതന്നൂർ, വിദ്യാധരൻ, ബെന്നി, മീനാകുമാരി, മണികണ്ഠൻ, NV വിനോദ്, തുളസീദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളെ സംബന്ധിച്ച് ഒരു നീണ്ട ഇടവേള തന്നെ പറയാം. 2 വർഷമായി. 2023 നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. 2022 നമ്മൾ അവസാനം ആയിട്ട് കൂടിച്ചേർന്നത്. 24 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മളെന്താ സംബന്ധിച്ചാൽ നമ്മുടെ കൊമേഴ്സ് ഗ്രൂപ്പ് നിലവിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ സജീവമായിട്ട് നമ്മുടെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ കൂട്ടായമായിട്ട് നടത്തിയത് നമ്മളൊരു 3 വർഷം ആയിട്ടുണ്ട്. 2 വർഷം നമ്മൾ കോളേജിൻ്റെ ഉള്ളിലും ഇവിടെ തന്നെ നമ്മൾ 3 തവണ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇടയിലുള്ള കുറച്ച് കാലമായിട്ട് എന്താണെന്നറിയില്ല, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇടയിലും നമ്മളുടെ ഇടയിലൊക്കെ വന്നിട്ടുള്ള ചെറിയൊരു എന്തായാലും സമയമില്ലായ്മയായിരിക്കാൻ കാരണമില്ല. എല്ലാവരും തിരക്കിലല്ല. ആ തിരക്കിനിടയിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കാം. എല്ലാവരും ഒരുപാട് മാനസികത്തിന് കൂടുതലായിരിക്കാം എല്ലാവരും. ആ തിരക്കിനിടയിൽ നിന്നൊക്കെ നമുക്ക് അല്പം എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പലപ്പോഴും എല്ലാവരും ഒന്ന് ഇടപെടുക എന്നുള്ള ഉദ്ദേശത്തോടെ വീണ്ടും നമ്മളിത് സംഘടിപ്പിക്കാൻ ഇന്ന് നമ്മൾ തീരുമാനിച്ചത്. ജനുവരി 5-ന് ഡേറ്റ് കൊടുത്തപ്പോൾ എല്ലാവർക്കും പൊതുവെ അവധി ആണ് എന്നുള്ള ദിവസം എല്ലാവരും എത്താമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സന്തോഷം. കാരണം മറ്റു പല തവണ നമ്മൾ നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ ഓണത്തിനൊക്കെ നമ്മൾ നേരത്തെ ഡേറ്റ് പറയുമ്പോൾ പലർക്കും അത് അസൗകര്യമാണ്. അതൊക്കെ വലിയ പ്രയാസമാണ്. എല്ലാവരും വേണം എന്നതാണ്. 31 പേരാണ് കൂട്ടായ്മയിൽ പങ്കെടുത്തത്. കോളേജ് ജീവിതകാലത്തെ ഓർമ്മകൾ സഹപാഠികൾ പങ്കുവച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വാടാനംകുറിശി ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ശിവജി സേവാഭാരതി പ്രവർത്തകർ ശുചീകരണ യജ്ഞം നടത്തി. വാടാനംകുറിശി പോയിലൂർ റോഡിലായിരുന്നു ശുചീകരണം. പാതയോരത്തെ കാട്ടുചെടികൾ പ്രവർത്തകർ വെട്ടിനീക്കി. രാജേഷ്, ജയൻ, ഗിരീഷ്, മോഹനൻ, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇമേജ് ഫോട്ടോഗ്രാഫി മത്സരത്തിന്റെ എൻട്രി തീയതി ഫെബ്രുവരി 15 വരെ നീട്ടി. വേണ്ടത്ര എൻട്രികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രദർശന തീയതിയിലും മാറ്റമുണ്ടാകുമെന്ന് ഇമേജ് സെക്രട്ടറി KV വിൻസെന്റ് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിഷയവും ക്യാമറയും മാനദണ്ഡവുമില്ലാതെയാണ് ഫോട്ടോ പ്രദർശനം നടത്തുന്നത്. മാനുഷിക സ്പർശം, സാമൂഹിക പ്രതിരോധം, അതിജീവനം തുടങ്ങിയ വിഷയങ്ങളിലാണ് മത്സരത്തിനുള്ള എൻട്രികൾ എത്താറുള്ളത്. വേണ്ടത്ര എൻട്രികൾ എത്താത്തതിനെ തുടർന്നാണ് പ്രദർശന തീയതി മാർച്ച് 6, 7, 8 തീയതികളിലേക്ക് മാറ്റിയത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫോട്ടോഗ്രാഫി നിയമം അനുസരിച്ച് മാത്രമാണ് ചിത്രപരിശോധനയും പ്രദർശന വിജയി പ്രഖ്യാപനവും നടത്തുന്നതെന്നും വിൻസെന്റ് പറഞ്ഞു. പ്രചാരണം കിട്ടിയില്ല. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴി കുറെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതുവഴി ഉള്ള പ്രചാരണം കൊണ്ട് കാര്യം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. നമ്മൾ വിചാരിച്ചത്ര എൻട്രികൾ വന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഫെബ്രുവരി 15 വരെ നീട്ടാണ്. മാർച്ച് 6, 7, 8 പ്രദർശനം നടത്തുന്ന IMA ഹോളിൽ. ഹോൾ അത് തന്നെ, പക്ഷെ ഡേറ്റ് മാറ്റി. ഇത് ജനുവരിയിൽ നടത്തേണ്ട പ്രദർശനമാണ്. അതിപ്പോൾ മാർച്ച് 6, 7, 8 നീട്ടേണ്ടി വന്നു. ഇമേജ് രാജേഷ്, CK രാമകൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി K കൃഷ്ണൻകുട്ടി കോള കമ്പനിക്കൊപ്പമായിരുന്നെന്ന് കമ്പനി മുൻ അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ. കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയെന്ന് അവകാശപ്പെടുന്ന K കൃഷ്ണൻകുട്ടി പ്ലാച്ചിമട കോള കമ്പനിക്ക് വെള്ളമെത്തിച്ചിരുന്നു എന്ന അഡ്വക്കേറ്റ് ജോൺ ജോണിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ജോൺ ജോണിന്റെ വിവാദ വെളിപ്പെടുത്തൽ പാലക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്ത പുസ്തക പ്രകാശന ചടങ്ങിൽ. കക്ഷി രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകാത്ത കോൺഗ്രസുകാരനായി തുടരുമെന്ന് മുൻ MLA AV ഗോപിനാഥ്. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുമായും വികസന മുന്നണി സഹകരിക്കും. BJP പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും 50ഓളം സഹപ്രവർത്തകരും AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന വികസന മുന്നണിയിൽ ചേർന്നു. സമൂഹത്തിൽ വായനശാലകളുടെ ഉത്തരവാദിത്വം ഇന്ന് വളരെ വലുതാണെന്ന് പൂക്കാസ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ. പട്ടാമ്പി ലൈബ്രറി കൗൺസിൽ വാർഷിക സെമിനാർ കൂറ്റനാട്. സെമിനാർ സംഘടിപ്പിച്ചത് വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ. പ്രതിഭകളെയും വായനോത്സവ മത്സര വിജയികളെയും ആദരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റിമറിഞ്ഞ് 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടം കഴിഞ്ഞ രാത്രിയിൽ. പരിക്കേറ്റത് ചേലക്കര സ്വദേശികളായ യുവാക്കൾക്ക്. ശക്തമായ കാറ്റിൽ വീട് തകർന്നതോടെ തലചായ്ക്കാനിടമില്ലാതെ മണ്ണൂരിലെ നിർധന കുടുംബം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.